ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 320. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 7 അനുവാദം 4 സൂക്തം 41. ഇത് സൂര്യനെ പറ്റിയുള്ളൊരു പരാമർശമാണ്. സൂര്യനെന്ന് കേൾക്കുമ്പോൾ നമുക്കെപ്പോഴും പുരാണ കഥകളിലുള്ള സൂര്യ ഭഗവാനെയാണ് ഓർമ്മ വരിക. അതായത് കുന്തിൻ്റെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെട്ട, കുതിരപ്പുറത്ത് കയറുക, കുതിരയിലെ രഥത്തിലിരുന്നിട്ട് എല്ലാം വരുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഭാവനയോടുകൂടിയാണ് നമ്മൾ സൂര്യഭഗവാനെ ആരാധിക്കുന്നത്. യഥാർത്ഥത്തിൽ സൂര്യൻ ആരാണ്? നമ്മൾ ഈ കാണുന്ന ആ ഗോളം തന്നെയാണ്. സൂര്യനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം. ഇവിടെ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകണമെങ്കിൽ ആ സൂര്യൻ്റെ സ്വാധീനം വേണം. സൂര്യനാണ് മഴ പെയ്യിപ്പിക്കുന്നത്. നമുക്ക് വേണ്ട ഊർജ്ജമെല്ലാം ഈ പ്രകൃതി ആർക്കെല്ലാം എന്തെല്ലാം ഊർജ്ജം വേണോ അതെല്ലാം സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത്. അതുമാത്രമാണോ, ഭൂമി അവിടെ നിൽക്കുന്നത് തന്നെ സൂര്യൻ്റെ ആകർഷണ ബലം കൊണ്ടാണ്. സൂര്യൻ്റെ ആകർഷണ ബലം കുറച്ച് അധികമായി പോയിരുന്നെങ്കിൽ ഭൂമി സൂര്യനിൽ പോയി കത്തിയെരിഞ്ഞു പോകും. സൂര്യൻ്റെ ആകർഷണ ബലം കുറയുകയാണെങ്കിൽ ഭൂമി തെറിച്ചു പോകും. അപ്പം ഭൂമിയുടെ നിലനിൽപ്പ്, ഭൂമി എന്ന് പറയാൻ കാരണം തന്നെ ആ സൂര്യൻ്റെ ആ സ്ഥലത്ത്, പ്രത്യേക സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഊർജം കിട്ടുന്നു, മഴ കിട്ടുന്നു. അതെല്ലാം കൊണ്ടാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം. അപ്പം ആ തരത്തിലുള്ളൊരു പരാമർശമായിട്ട് ഇതിനെ കാണുമ്പോൾ, അല്ലാതെ സൂര്യഭഗവാൻ എന്ന് കഥയിൽ പറയുമ്പോഴും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പം നമുക്ക് എന്താണ് ഒന്നിൽ പറയുന്നത്, ഈ മന്ത്രത്തിൽ എന്താണ്, സൂക്തം 41 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുവാദം 4 സൂക്തം 41. ഋഷി പ്രസ്കണ്വൻ ദേവദശ്യേനൻ ഛന്ദസ് അഗ്നി തൃഷ്ടുപ്പ് അതിധന്യ നൃത്യപസ്തദർദ ശ്യേനോ നൃചക്ഷ അവസാനദർശ തരൻ വിശ്വാന്യവര രജാംസീന്ദ്രേണ സഖ്യ ശിവ ആജഗമ്യാത് ശ്വേനോ നൃചക്ഷാ ദിവ്യ സുവർണ സഹസ്രപാച്ഛതയോ നിർവയോധ സ നോ നി യക്ഷാത് വസു യത് പരാഭൃതമസ്മാകമസ്തു പിതൃഷു സ്വധാവത. ഭാവാർത്ഥം: ജീവികൾക്ക് ഭർഗതം നൽകിക്കൊണ്ട് വേഗത്തിൽ സഞ്ചരിക്കുന്ന കർമ്മഫലം നൽകുന്ന സൂര്യദേവൻ ജലം വർഷിക്കട്ടെ. നീയും ഇന്ദ്രനും ചേർന്ന് ഫലം നൽകുക. ഗൃഹനിർമ്മാണ സ്ഥലത്ത് എന്താണോ കിരണങ്ങളുടെ വേഗത്തിൽ സഞ്ചരിച്ച് ഫലം നൽകുന്നത്, സൂര്യൻ നമ്മെ സ്ഥിരതയുള്ളവരാക്കണേ. നാം അഗ്നിയിൽ നൽകുന്ന ഏത് ധനവും പിതൃക്കൾക്ക് സ്വീകാര്യമാകണേ. ജീവികൾക്ക് ദർശനം നൽകിക്കൊണ്ട്, ഇവിടെ തന്നെ വലിയ അർത്ഥമുണ്ട്. ജീവികൾക്ക് ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവികൾ ഉണ്ടാകണം. ജീവികൾ ഉണ്ടാകണമെങ്കിൽ ഭൂമിയിലേ ഉണ്ടാവുള്ളൂ. ഭൂമി അതിനനുസരിച്ച് സൂര്യനിൽ നിന്നൊരു പ്രത്യേക അകലത്തിൽ ഊർജ്ജം എല്ലാം കിട്ടത്തക്കവണ്ണവും മഴക്കാലത്ത് മഴ കിട്ടത്തക്കവണ്ണം തക്കവണ്ണവും നമുക്ക് അനുകൂലമായ ചൂട് എല്ലാം തണുക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം സൂര്യൻ്റെ ഭൂമിയിൽ നിന്നുള്ള അകലെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പം ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് സൂര്യൻ പ്രധാനമാണ്. ദർശനം നൽകുന്നത് കണ്ണിലൂടെയാണ്. നമ്മുടെ സൂര്യൻ്റെ കാരകത്വം കണ്ണിൻ്റെ കാരകത്വം സൂര്യനാണുള്ളത്. നമുക്ക് സൂര്യനാണ് കാഴ്ചശക്തി നൽകുന്നത്. സൂര്യന് ജാതകത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ നമ്മളെ കണ്ണിന് കാഴ്ചശക്തിക്ക് കുഴപ്പമെല്ലാം വരും. അപ്പം നമ്മുടെ കാഴ്ചശക്തിയെല്ലാം ശക്തിയിൽ നിലനിർത്തുന്നത് സൂര്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ജാതകത്തിൽ സൂര്യൻ വളരെ മോശമാണെങ്കിൽ അവർക്ക് കണ്ണ് രോഗങ്ങൾ ഇതെല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കാലഘട്ടത്തിലുണ്ടാവും. പിന്നെ ആ കാണുന്നതിൻ്റെ പിന്നിലുള്ളത് തന്നെ വെളിച്ചമാണ്. വെളിച്ചം എന്നത് ഊർജമാണ്, സൂര്യനിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം ജീവികൾക്ക് ദർശനം നൽകിക്കൊണ്ട് വേഗത്തിൽ സഞ്ചരിക്കുന്നു. സൂര്യൻ വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തോന്നും
യഥാർത്ഥത്തിൽ ഭൂമിയല്ലേ ചലിക്കുന്നത് എന്ന് സയൻസ് പറയുന്നവർക്കെല്ലാം അറിയാം. സയൻസ് അതിൻ്റെ എഫക്റ്റ് ഒന്ന് തന്നെയാണ്. സൂര്യൻ സഞ്ചരിച്ചാലും ഭൂമി സഞ്ചരിച്ചാലും വിത്ത് റെസ്പെക്റ്റ് ഭൂമി നമ്മളുമായിട്ടാണ് സയൻസിലൂടെ സൂര്യൻ്റെ ചലനം ഏതിൻ്റെയും ചലനം കണക്കാക്കുക. അങ്ങനെയേ സയൻസിൽ പറ്റുള്ളൂ. പറ്റാതെയല്ല, മറ്റേ വളരെ പ്രയാസമാണ്. നമ്മൾ സ്റ്റഡിയായി നിന്നുകൊണ്ട് മറ്റേത് പോകുന്നതായിട്ടാണ് കണക്കാക്കുക. അപ്പം സൂര്യൻ ചലിക്കുന്ന ഭൂമി നിന്നുകൊണ്ട് സൂര്യൻ ചലിക്കുന്ന തരത്തിലാണ് പോകുന്നതായിട്ട് യഥാർത്ഥത്തിൽ പോകുന്നത് ഭൂമിയാണ്. അത്തരത്തിൽ മാത്രമല്ല സൂര്യനും സഞ്ചരിക്കുന്നുണ്ട്. സൂര്യൻ നമ്മളെ ഭൂമിയും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വലിച്ചുകൊണ്ട് ആകാശത്തിലൂടെ അതിൻ്റെ പാത്തിലൂടെ വേറെ ധ്രുവ നക്ഷത്രത്തിൻ്റെ ചുറ്റും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സൂര്യനും വലിയ ഭ്രമണപഥത്തിൽ ഭൂമി പോകുന്നതിനെക്കാട്ടിയും വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. കർമ്മഫലം നൽകുന്ന സൂര്യദേവൻ നമുക്ക് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതും കർമ്മഫലം നൽകുന്നതും എല്ലാം സൂര്യനാണ്. ഏറ്റവും ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം. നമ്മളൊരു ഭൂമിയിൽ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് മുകളിലേക്ക് വരുന്നതിന് കാരണം എന്താണ്? സൂര്യൻ്റെ ആകർഷണമാണ്. ചെറുതിൽ പഠിച്ചിട്ടുണ്ടാവും. വേര് ഭൂമിയുടെ ആകർഷണത്തിന് അനുകൂലമായും തടി സൂര്യന് ആകർഷണത്തിന് അനുകൂലമായി എല്ലാം പോകുന്നതെന്ന്. അപ്പം ചെടി നമ്മൾ വിത്തിടുന്നേ ഉള്ളൂ, അത് മുളച്ച് വളരുന്നത് സൂര്യനാണ്. അതുപോലെ നമ്മളുടെ ജീവിതമെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമ്മൾ വയസ്സിപ്പം ഒരാളുടെ മാക്സിമം വയസ്സ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം എന്ന് പറയുന്നത് ഭൂമി സൂര്യനെ ചുറ്റും 100 പ്രാവശ്യം ചുറ്റുന്ന സമയമാണ്. അപ്പോൾ ഇതെല്ലാം സൂര്യനുമായിട്ട് നമ്മുടെ ആയുസ്സടക്കം സൂര്യനുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ സൂര്യൻ എന്ത് ചെയ്യട്ടെ? ജലം വർഷിക്കട്ടെ. ജലം വർഷിക്കുന്നത് എങ്ങനെയാണ്? സൂര്യൻ തന്നെയാണ്. ഭൂമിയുള്ള വെള്ളം മുകളിലേക്ക് ബാഷ്പീകരിച്ചു കൊണ്ടുവന്നു അവിടെ വെച്ചിട്ട് ഒരു സീസണിൽ സൂര്യൻ ഒരു പ്രത്യേക രാശിയിൽ നിൽക്കുമ്പോൾ ഭൂമിയിലുള്ള ജലമെല്ലാം മുകളിലോട്ടേക്ക് കൊണ്ടുപോകും. വേറൊരു രാശി മഴക്കാലം വരുമ്പോൾ അതിന് മഴയായിട്ട് ഭൂമിയിൽ പെയ്യിക്കും. അപ്പം ജലം വർഷിക്കുന്നത് സൂര്യനാണ്. നീയും ഇന്ദ്രനും ചേർന്ന് ഫലം നൽകുക. അപ്പോൾ സൂര്യനാണ് എല്ലാ ഫലങ്ങളും നമുക്ക് നൽകുന്നത്, ചെടികളെ കായ്ക്കുന്നത്. പക്ഷേ ആ കായ്ക്കുന്നതിൻ്റെ പിന്നിൽ കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ രാസപ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. കാരണം എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ ഏകോപിപ്പിക്കാൻ ഒരു മേസ്ത്രി കണക്കെ ഒരു ശക്തി ആവശ്യമുണ്ട്. അല്ലെങ്കിൽ MBBS എൻജിനീയറിംഗ് പഠിച്ചാലും MBA ഉണ്ടെങ്കിൽ മാനേജ്മെൻ്റ് അറിയുന്ന ഒരാൾ വേണം അതിനെല്ലാം നടപ്പാക്കാൻ. ഒരു പാചക വിധി ഉണ്ടായാൽ പോരാ, ആ ഭക്ഷണം ഉണ്ടാക്കേണ്ടിക്ക് അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ആൾ വേണം. അതുപോലെ ചെടികളിപ്പം ഫലങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്രയോ രാസപ്രവർത്തനങ്ങൾ നമ്മളറിയാതെ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ചെടികൾ വളരുന്നതാകട്ടെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പം നീയും ഇന്ദ്രനും ചേർന്ന് ഫലം നൽകുക. സൂര്യനിർമ്മാണ സ്ഥലത്ത് എത്തേണ്ട കിരണങ്ങളോടെ വേഗത്തിൽ സഞ്ചരിച്ച് ഫലം നൽകുന്നു. ഗൃഹനിർമ്മാണം, നമ്മളൊരു വീടെല്ലാം നിർമ്മിക്കുമ്പോൾ ആ വീട്ടിനാവശ്യമായ ആ നിർമ്മാണത്തിനാവശ്യമായ ഊർജ്ജം എല്ലാം സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം വെച്ചിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നതും അവിടെ വേണ്ട വെളിച്ചം നൽകുന്നു. വീട് നിർമ്മാണത്തിന് വേണ്ട പകലല്ല വീട് നിർമ്മാണം അധികവും. അല്ലെങ്കിൽ നമ്മൾ വേറെ വല്ലതും ഉപയോഗിച്ചിട്ട് വെളിച്ചം രാത്രി ഉണ്ടാക്കണം, ലൈറ്റ് ഇടണം. അപ്പോൾ ലൈറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ വൈദ്യുതി ജലത്തിൻ്റെ ശക്തിയാൽ മഴവെള്ളം പെയ്തിട്ട് ഇങ്ങനെ ഒഴുക്കി വരുന്ന ആ വെള്ളത്തിലുള്ള ശക്തി എടുത്തിട്ടാണ് ജനറേറ്റർ തിരിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കേണ്ടത്. ആ മഴവെള്ളം എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? സൂര്യൻ ഭൂമിയിലുള്ള ജലത്തെ ഉയർത്തിയിട്ട് മഴക്കാലത്ത് ഇങ്ങോട്ട് പെയ്യിപ്പിക്കും. അങ്ങനെ ഒഴുകുന്ന ആ ശക്തി എവിടെ നിന്ന് കിട്ടിയതാണ്? സൂര്യനിൽ നിന്ന് തന്നെ കിട്ടിയാണ്. സൂര്യൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് വെള്ളം പൊന്തിയത്. അതിൽ സംഭരിച്ച ആ ശക്തിയാണ് വീഴുമ്പോൾ നമ്മൾ
ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാം സൂര്യനാണ് ഫലം നൽകുന്നു. സൂര്യൻ നമ്മെ സ്ഥിരതയുള്ളതാക്കണേ. നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമായി നിൽക്കണ്ടെങ്കിൽ സൂര്യൻ്റെ സഹായം വേണം. സൂര്യൻ അനുകൂലമാണെങ്കിൽ മാത്രമേ അവിടെ ജീവജാലങ്ങൾക്ക് വളരാനും സ്ഥിരമായി താമസിക്കാനും എല്ലാം പറ്റുകയുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഒരു 4-5 വർഷം മഴ പെയ്യാതെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ആകെ അവതാളത്തിലാണ്. നാം അഗ്നിയിൽ നൽകുന്ന ഏത് ധനവും പിതൃക്കൾക്ക് സ്വീകാര്യമാകണേ. അഗ്നിയിലൂടെയാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. ഈ അഗ്നി ഏതിൻ്റെ സംഭാവനയാണ്? സൂര്യൻ്റെ സംഭാവനയാണ്. സൂര്യൻ്റെ സംഭാവനയായിട്ട് ലഭിക്കുന്ന അഗ്നി, ഇപ്പം വിറക് കത്തിക്കുന്നുണ്ടെങ്കിലും ഈ വിറക് കിട്ടിയത് എവിടെ നിന്നാണ്? സൂര്യൻ്റെ ഊർജത്താൽ ചെടികൾ വളർന്നിട്ട് വിറകായി മാറുകയാണ്. ആ വിറകിൽ സൂര്യനിൽ നിന്നുള്ള ഊർജം തന്നെയാണ് സംഭരിച്ച് വെച്ചിരിക്കുന്നത്. അതാണ് എടുത്ത് നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ധനം നൽകണ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികർ നമുക്കതിന് വേണ്ട ജ്ഞാനമെല്ലാം കൈകാര്യത്തെ നമ്മളെ ജന്മത്തിനൊക്കെ തന്നെ കാരണം പൂർവികരാണ് നമുക്ക് വേണ്ട ജ്ഞാനമെല്ലാം അവർക്കറിയുന്നതെല്ലാം കൈമാറിയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അവരോടും നന്ദി പറയുകയാണ്. ഈ ജ്ഞാനമെല്ലാം ഇവർ കൈകാര്യം ചെയ്തത് ഇങ്ങനെ നമുക്ക് തന്നത് ഈ അഥർവവേദത്തിലൂടെ തരുന്നതും ഋഷികളാണ്. അവരാണ് ഈ ജ്ഞാനമെല്ലാം നമുക്ക് തരുന്നത്. അപ്പോൾ അവർക്കും സ്വീകാര്യമാകണേ. അതായത് അവർ നിർദ്ദേശിച്ച ശാസ്ത്രം നിർദ്ദേശിച്ച ശാസ്ത്രം, ആ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. മിസ്യൂസ് ചെയ്യരുത് എന്നർത്ഥം. ലോകത്തിന് ദോഷമാകുന്ന പ്രവർത്തികൾ ചെയ്യരുതെന്ന്